അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന MHC 512 എന്ന് പറയുന്ന മൾട്ടി സ്പാൻ്റെ ഒരു കൺട്രോളറാണ്, ഹ്യൂമിഡിറ്റി കൺട്രോളറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം. ഇവിടെ ഒരു കവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് നോക്കാം. അതായത് സെൻസർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സെൻസർ കണക്ട് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാനുവൽസ് ഉണ്ട്, അതിലേക്ക് വരാം. പിന്നെ ഡിവൈസ് ഓൾറെഡി കണക്റ്റഡ് ആണ് കേട്ടോ. ഈ ഡിവൈസ് സെൻസറിനോടൊപ്പം കണക്ട് ചെയ്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അതായത് ഇതാണ് RH100 എന്ന് പറയുന്ന സെൻസറാണ്, ഹ്യൂമിഡിറ്റി സെൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ കൺട്രോളർ ഇതാണ് ക്രയോണിൻ്റെ MHC 512 എന്ന് പറയുന്ന കൺട്രോളർ. അത് കാണാൻ നല്ല രസമുള്ള കൺട്രോളറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള കൺട്രോളറാണ്. ലൈഫും ധാരാളം നിൽക്കുന്നുണ്ട്, കാരണം നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇത് കൊടുത്തിട്ടുണ്ട് ഈ ക്രയോ എന്ന് പറയുന്ന ഈ മോഡൽ. അപ്പോൾ ഇവിടെ ഈ വയറിംഗ് ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഈ RH100 എന്ന് എഴുതിയിട്ടുള്ള ഈ ടെർമിനൽസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ടെർമിനൽസ് കണക്ട് ചെയ്യുക. ഓൾറെഡി ഇത് കണക്റ്റഡ് ആണ് കേട്ടോ. 3 വയർ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് അവർ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ റെഡും യെല്ലോയും ബ്ലാക്കും ഇതാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡയഗ്രാം ഈ എല്ലും എന്നും ഈ ടെർമിനലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യേണ്ടത്. പിന്നെ റിലേ ഈ രണ്ടാമത്തെ റിലേ അലാറത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നമ്മളുടെ ഏതെങ്കിലും കോണ്ടാക്ടർ ഉണ്ടെങ്കിൽ ആ കോണ്ടാക്ടറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണോ ഡിവൈസ്, ഫാനാണെങ്കിൽ ഫാന്, ഏത് ഡിവൈസാണോ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഈ ഫസ്റ്റത്തെ റിലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ഡിസ്പ്ലേക്ക് വരുന്ന സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെറ്റ് ആൻഡ് റീസെറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് സെൻസറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിനകത്ത് വരുന്നത് മാനുവൽസിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 0 to 99.9% ഇതിൻ്റെ RH മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല, അത് വളരെ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വാങ്ങി ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വലിയ ടെക്നിക്കൽസ് ഒന്നും പറയാനായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹ്യൂമിഡിറ്റി കൺട്രോളറിൻ്റെ റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ നമ്മളിതൊരു കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്കെന്നല്ല ആർക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഓരോ വീഡിയോയിലും അതിൻ്റേതായിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഡീപ്പായിട്ട് ടെക്നിക്കലിലേക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം നമുക്ക് ചിലപ്പോൾ കൊടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. പിന്നെ അത്യാവശ്യം ഇതിൻ്റെ ഡയഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മളതിന് റെസ്പോൺസ് തരുന്നതായിരിക്കും. താങ്ക് യു.